നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. വൊക്കാബുലറി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മെയിൻ പാർട്ടാണല്ലോ. അപ്പോൾ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന 51-ൽ പരം വാക്കുകളെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. ഈ വാക്കുകളെല്ലാം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതും അറിയാൻ ആഗ്രഹിച്ചതുമായ വാക്കുകളാണ്. സോ ആ വാക്കുകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഉടനെ ഈ ചാനൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡ്രീംസ് ഓഫ് ലാംഗ്വേജ് എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മൈ നെയിം ഈസ് നസീർ, യു ആർ വാച്ചിങ് ഡ്രീംസ് ഓഫ് ലാംഗ്വേജ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ വാക്കാണ് ഹംബിൾ. നമുക്ക് ആദ്യം തന്നെ വിനയത്തോടെ തുടങ്ങാം. ഹംബിൾ മീൻസ് വിനയം, എളിമ. ഈ ഹംബിൾ എന്ന വാക്കിന് പകരം മറ്റൊരു വാക്കുകൂടി ഉപയോഗിക്കാറുണ്ട്, മോഡസ്റ്റി. മോഡസ്റ്റിക്കും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഹിസ് ഹംബിൾ മെയ്ഡ് ഹിം ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അതായത് അവൻ്റെ എളിമ അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി എന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വാക്കിലേക്ക് പോവാം. ഫ്ലട്ടറിയാണ്, മുഖസ്തുതി അല്ലെങ്കിൽ അതിപ്രശംസ. നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ച് നമ്മൾ മുഖസ്തുതി പറയാറുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പൊക്കി പറയാറുണ്ട്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്ലട്ടറി. ദർ പ്രൈസ് വാർ എക്സ്ട്രാവാഗൻസ് ആൻഡ് ഇൻസിൻസിയർ. അവളുടെ മുഖസ്തുതി അതിരി കടന്നതും ആത്മാർത്ഥത ഇല്ലാത്തതുമായിരുന്നു. അടുത്ത വാക്കിലേക്ക് പോവാം. സ്കട്ടേഡ്, ചിന്നിച്ചിതറിയ, വിതറിയ. അതിൻ്റെ എക്സാമ്പിളാണ് ഓൾ ദി ബുക്സ് ആൻഡ് ക്ലോത്ത്സ് വാർ സ്കട്ടേഡ് അറൗണ്ട് ഹെർ റൂം. എല്ലാ പുസ്തകങ്ങളും വസ്ത്രങ്ങളും അവളുടെ മുറിയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. അടുത്ത വാക്ക് നോക്കാം. ഡെസ്പറേറ്റ്, നിരാശയുള്ള. എക്സാമ്പിളാണ് ഷീ ഡിസ്പറേറ്റ് വെൻ ഹിയർഡ് ഹർ റിസൾട്ട്. അവളുടെ റിസൾട്ട് കേട്ടപ്പോൾ അവൾ നിരാശയായി. നോക്കാം അടുത്ത വാക്ക് എന്താണ്. ഡിഫമേഷൻ, ധാരാളം കേട്ടിട്ടുള്ള വാക്കാണ്, അപകീർത്തിപ്പെടുത്തൽ. ഉദാഹരണം നോക്കാം. ഷീ സോൾഡ് ഹിം ഫോർ ഡിഫമേഷൻ. അവൾ അവനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. ലിസ്റ്റിലെ ആറാമത്തെ വാക്ക് നോക്കാം. ഇൻസെക്റ്റ്, ചെറുപ്രാണി. അതായത് ചെറുപ്രാണികളെ മൊത്തമായിട്ട് പറയുന്ന ഒരു വാക്കാണ് ഇൻസെക്റ്റ്. എക്സാമ്പിൾ നോക്കാൻ. ആൻ ഇൻസെക്റ്റ് ബിറ്റ് മീ ഓൺ ദി ആം. ഒരു പ്രാണി എൻ്റെ കയ്യിൽ കടിച്ചു എന്നർത്ഥം വരുന്നു. ഏഴാമത്തെ വാക്ക് നോക്കാം. ഫ്ലഫ്, രോമം, മൃഗങ്ങളുടെ മൃദുരോമം. ഉദാഹരണം ദി കാറ്റ് ഫെൽ അസ്ലീപ് വെൻ ഐ കഡിൽ ദി ഫ്ലഫ്. ഞാൻ പൂച്ചയുടെ രോമത്തിൽ തലോടിയപ്പോൾ അത് ഉറങ്ങിപ്പോയി. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് നോക്കാം. ഗാമ്പിൾ, കേട്ടിട്ടുണ്ടാവും. ഗാമ്പിൾ, ഗാമ്പിളിങ്, ചൂതാട്ടം, പന്തയക്കളി എല്ലാം. എക്സാമ്പിളാണ് പ്ലേ ഗെയിംസ് ഫോർ മണി ഈസ് എ ഗാമ്പിൾ. പണത്തിനായി ഗെയിമുകൾ കളിക്കുന്നത് ഒരു ചൂതാട്ടമാണ്. ഒമ്പതാമത്തെ വാക്കാണ് റിപ്പ്, കീറുക, തോൽ പൊളിക്കുക. ഇവിടെ റിപ്പ് RIP, റെസ്റ്റ് ഇൻ പീസ് അല്ല, റിപ്പാണ്. എക്സാമ്പിൾ നോക്കാം. ഹിസ് ന്യൂ ട്രൗസർ റിപ്ഡ് വെൻ ഹി ബെൻഡ് ഡൗൺ. അയാളുടെ പുതിയ ട്രൗസർ അയാൾ കുനിഞ്ഞപ്പോൾ കീറി. അടുത്ത വാക്ക് നോക്കാം. കൺസർവേറ്റീവ്, യാഥാസ്ഥികമായ. ഉദാഹരണം ഷീ ഈസ് വെരി കൺസർവേറ്റീവ് ഇൻ ഹർ ഡ്രസ് സെൻസ്. അവളുടെ വസ്ത്രധാരയിൽ അവൾ വളരെ യാഥാസ്ഥികതയാണ്. സോ ലെറ്റ്സ് ഗോ നെക്സ്റ്റ് വേർഡ്. പ്രൊക്ലമേഷൻ, വിളംബരം, അറിയിപ്പ്. എക്സാമ്പിൾ നോക്കാം. ദി ഗവൺമെൻറ് റെസ്ട്രിക്റ്റഡ് യൂസ് ഓഫ് ലിക്ടർ ബൈ പ്രൊക്ലമേഷൻ. വിളംബരത്തിലൂടെ സർക്കാർ മദ്യം ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചു, അല്ലെങ്കിൽ അറിയിപ്പിലൂടെ സർക്കാർ മദ്യം ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചു എന്നൊക്കെ അർത്ഥമാക്കാം. സോ ഗോ നെക്സ്റ്റ് വേർഡ്. 12ാമത്തെ വാക്കാണ് ടിക്കിൾ, ഇക്കിളിയാക്കുക അല്ലെങ്കിൽ ചിരിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. I tickled her feet and she laughed. ഞാൻ അവളുടെ കാലിൽ കിളിയാക്കി, അവൾ ചിരിച്ചു.
ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാക്കുകളെല്ലാം നമ്മൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ സന്ദർഭത്തിലൂടെ നമ്മൾക്ക് വാക്കുകൾ ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സിമ്പിൾ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്. അടുത്ത വാക്കിലേക്ക് പോവാം. റിവീൽ, രഹസ്യം വെളിപ്പെടുത്തുക. ഹി പ്രസ്ഡ് ഹിം ടു റിവീൽ മോർ ഇൻഫർമേഷൻ. അതായത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം അവനെ നിർബന്ധിച്ചു. നോക്കാം അടുത്ത വാക്ക് എന്താണ്. ടെറിബിളാണ്, കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ മോശമായ എന്നർത്ഥം വരുന്നു. ഇതിൻ്റെ എക്സാമ്പിളാണ് ദ വെദർ ടുഡേ ഈസ് ടെറിബിൾ. ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. നോക്കാം നമുക്ക് അടുത്ത വാക്ക് എന്താണ്. തെറ്റാൻ എല്ലാവരും കേട്ടുള്ള വാക്കാണ് ഭീഷണിപ്പെടുത്തുക, പേടിപ്പെടുത്തുക എന്നൊക്കെ. എക്സാമ്പിൾ നോക്കാം. ദ തെറ്റാൻ ഹിസ് ഷോക്കീപ്പർ വിത്ത് എ ഗൺ. അവർ കടയുടമയെ തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി. നോക്കാം അടുത്ത വാക്കിലേക്ക്. ബ്രൂച്ചൽ, ധാരാളം കേൾക്കുന്ന വാക്കാണ് ബ്രൂച്ചൽ. ക്രൂരമായ, മൃഗീയമായ എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ്. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഹി വാസ് ഇംബസിഡ് ഇൻ 1945 ഫോർ ദി ബ്യൂച്വൽ മർഡർ ഓഫ് എ 12-year-old ഗേൾ. 12 വയസ്സുകാരിയായി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 1945 അയാളെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അടുത്ത വാക്ക് നോക്കാം. കണ്ടംപററി, സമകാലികമായ. എക്സാമ്പിൾ ഹി സ്പീച്ച് അബൌട്ട് കണ്ടംപററി ഇഷ്യൂസ് ഓൺ സ്കൂൾ ആനിവേഴ്സറി. അതായത് സ്കൂൾ വാർഷികത്തിൽ സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. അടുത്ത വാക്ക് നോക്കാം. സ്റ്റീൽ, മോഷ്ടിക്കുക. ഇവിടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. STEEL അല്ല, സ്റ്റീലാണ്. എക്സാമ്പിൾ നോക്കാം. മൊബൈൽ ഫോൺ സ്റ്റീൽഡ് ഫ്രം കൊറോണ വാർഡ്. കൊറോണ വാർഡിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. ഇൻകഷൻ, കയ്യേറ്റം, കടന്നാക്രമണം. എക്സാമ്പിൾ നോക്കാം. ഹി ട്രൈഡ് എസ്കേപ്പ് ഫ്രം ഇൻകഷൻ. അവൻ കടന്നാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ലെറ്റ്സ് ഗോ ഓൺ നെക്സ്റ്റ് വേർഡ്. 20ാമത്തെ വാക്കാണ് അക്വാർഡ്. നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന വാക്കാണ്. വിഷമകരമായ, കുഴപ്പം പിടിച്ച എന്നുള്ള സന്ദർഭത്തിൽ ഈ വാക്കാണ് സാധാരണ ഉപയോഗിക്കാറ്. എക്സാമ്പിൾ നോക്കാം. സം ഓഫ് ദ ക്വസ്റ്റ്യൻ വോർ റാദർ അക്വാർഡ്. ചില ചോദ്യങ്ങൾ കുഴപ്പം പിടിച്ചതായിരുന്നു. സപ്പാസ്, മികച്ചു നിൽക്കുക, കവച്ചു വെക്കുക. എക്സാമ്പിൾ നോക്കാം. ദി ബുക്ക് സക്സസ് ഹാസ് സപ്പാസ് എവരി വൺ എക്സ്പെക്റ്റേഷൻസ്. പുസ്തകത്തിൻ്റെ വിജയം എല്ലാവരുടെയും പ്രതീക്ഷകളെ മറികടന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സപ്പാസ് SURPASS. സാധാരണ വായിക്കാറ് നമ്മൾ സർപ്പാസ് ആണ്. 6 സൈലൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും ചില വാക്കുകൾ 6 സൈലൻ്റ് ആണ്, ചില വാക്കുകളിൽ 6 ഉച്ചരിക്കണം. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഇതിനൊരു റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് റൂൾ പ്രകാരം നമ്പർ 1 റൂൾ പറയുന്നത് R പ്ലസ് കോൺസണൻറ്റ് വന്നാൽ, അതായത് R എന്ന അക്ഷരത്തിന് ശേഷം ഏതെങ്കിലും കോൺസണൻറ്റ് വരികയാണെങ്കിൽ നോ R സൗണ്ട് ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഡൗട്ടായി കോൺസണൻറ്റ് എന്താണ്, വവ്വൽസ് എന്താണ്. AEIOU വവ്വൽസ് ആണെന്ന് നമുക്കറിയാമല്ലോ. ബാക്കി വരുന്ന അക്ഷരങ്ങളെ കോൺസണൻറ്റ് പറയുന്നു. അപ്പോൾ ആറിന് ശേഷം ഏതെങ്കിലും കോൺസണൻറ്റ് അക്ഷരം വരികയാണെങ്കിൽ അവിടെ നമ്മൾ R സൗണ്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ നോക്കാം. ഹേർട്ട്, HEART കോൺസണൻ്റ് ആണ്. അപ്പോൾ ഹേർട്ട് എന്നേ പറയുള്ളൂ, R സൈലൻ്റ് ആണ്. നോക്കാം റൂൾ നമ്പർ 2, R ഇൻ ദി എൻഡ്. അതായത് ഒരു വാക്കിൻ്റെ അവസാനമാണ് R വരുന്നെങ്കിൽ നോ R സൗണ്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. വിൻഡർ അല്ല, വിൻഡാണ്, വിൻഡ്. അതുപോലെ നമ്മൾ സാധാരണ കാണുന്ന CAR, കാർ എന്ന് നമ്മൾ പറയും, കാർ അല്ല, കാ ആണ്. ഓക്കെ, റൂൾ നമ്പർ 3ലേക്ക് പോവാം. ഇനി ആറിന് ശേഷം ഒരു വവ്വലാണ് വരുന്നെങ്കിൽ, R പ്ലസ് വവ്വൽ ആണ് വരുന്നെങ്കിൽ പ്രൊണൗൺസ് ദി ആറിനെ ഉച്ചരിക്കണം. അതായത് ഫ്രാൻസ് ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഫ്രാൻസ്, FARAAIOL വവ്വലാണല്ലോ. അപ്പോൾ നമ്മൾ ഫ്രാൻസ് ആറോട് ഉച്ചരിക്കണം, ഫ്രാൻസ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള റൂൾസുകൾ. ഓക്കെ, 22ാമത്തെ വാക്കിലേക്ക് പോകാം. സ്ക്രീം, ഉച്ചത്തിലുള്ള വിളി, നിലവിളി. ഉദാഹരണം നോക്കാം. വെൻ ഷീ സോ ദ സ്പൈഡർ ഓൺ ദി പില്ലോ.
ഷീ സ്ക്രീംഡ്. അതായത് തലയണയിൽ ചിലന്തിയെ കണ്ടപ്പോൾ അവൾ നിലവിളിച്ചു. നിലവിളി, ഉച്ചത്തിലുള്ള വിളി, അലറി വിളിക്കുക എന്നൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ സ്ക്രീം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത വാക്കിലേക്ക് പോവാം. ഡിക്റ്റാക്ടർ. കേട്ടിട്ടുണ്ടാവാം, ഡിക്റ്റാക്ടർ സ്വേച്ഛാധിപതിയാണ് അർത്ഥം വരുന്നത്. എക്സാമ്പിൾ നോക്കാം. മൈ ബോസ് ബിഹേവ്ഡ് ലൈക്ക് എ ഡിക്റ്റാക്ടർ. എൻ്റെ ബോസ് ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറി. അടുത്ത വാക്ക് നോക്കാം ഏതാണെന്ന്. 24ാമത്തെ വാക്കാണ് ഷബ്. പടർപ്പ് ചെടി, കുറ്റിച്ചെടി. അതായത് വീടുകളിലുണ്ടാകുന്ന നമ്മൾ വളർത്താറുന്ന ചെടിയുണ്ടല്ലോ, പടർന്ന് പന്തലിച്ച് പോകുന്ന ചെടികളെയാണ് ഷബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഷീ പ്ലാന്റ് സം ഓഫ് റോസ് ആൻഡ് അതർ ഫ്ലവർ ഷബ്സ്. അവൾ കുറച്ച് റോസാപ്പൂളും മറ്റു പൂച്ചെടികളും നട്ടു. അപ്പം നമുക്കിതിൽ ഒരു കാര്യം നോക്കാം. ഷബ്സ്, ബുഷ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് നോക്കാം. ഷബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടർന്ന് പന്തലിച്ച് പോകുന്ന പൂക്കളെയാണ്, ചെടികളെയാണ് ഷബ് എന്ന് പറയുന്നത്. ബുഷ് എന്ന് പറഞ്ഞാൽ വീടുകളിൽ സാധാരണ കാണുന്ന ബുഷ് ചെടികൾ. ട്രീ മരമാണല്ലോ. സ്റ്റെമ്പ്, അതായത് ഒരു മരം മുറിച്ച് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തെയാണ് സ്റ്റെമ്പ് എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വാക്കിലേക്ക് പോവാം. ടിംഡാണ്. ധൈര്യമില്ലാത്ത, ഭീരുവായ, ഭയന്ന. ഉദാഹരണമായി സുരേഷ് ഇസ് ടിംഡ് കിഡ്. സുരേഷ് ഭീരുത്വമുള്ള കുട്ടിയാണ്, പേടിയുള്ളൊരു കുട്ടിയാണ്, അവന് ഭയങ്കര പേടിയാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. അടുത്ത വാക്കിലേക്ക് പോവാം. 26ാമത്തെ വാക്കാണ് പെട്രിഫൈഡ്. ഭയന്ന, കാഠിന്യമേറിയ. നമ്മൾ ധാരാളം കേൾക്കുന്നൊരു വാക്കാണല്ലോ പെട്രിഫൈഡ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് പെട്രിഫൈഡ് ഓഫ് ബീങ് ഓൺ ഹർ ഓൺ ഇൻ ദ ഹൗസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ വീട്ടിൽ തനിച്ചായിരിക്കുന്നതിൽ അവൾ ഭയപ്പെട്ടു. 27ാമത്തെ വാക്ക് എന്താണെന്ന് നോക്കാം. ഡെസ്റ്റിറ്റ്യൂട്ടാണ്. പൊറുതിമുട്ടിയ, നിരാധരൻ. എക്സാമ്പിൾ നോക്കാം. ദൈ ഗാദേർഡ് ക്ലോത്തിങ്, സ്കൂൾ ബുക്ക് ആൻഡ് മെഡിക്കൽ സപ്ലൈസ് ഫോർ ദി ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്ലഡ് വിക്ടിംസ്. നിരാലംബരായ പ്രളയബാധിതർക്കായി അവർ വസ്ത്രങ്ങൾ, സ്കൂൾ പുസ്തകങ്ങൾ, മെഡിക്കൽ സാധനങ്ങൾ എന്നിവ ശേഖരിച്ചു. അപ്പോൾ ഇവിടെ ദൈ ഗാദേർഡ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂട്ടുക, ശേഖരിക്കുക, കുറേശ്ശെ അടിയുക എന്നൊക്കെയാണ് ഗാദേർഡിൻ്റെ അർത്ഥം. ലിസ്റ്റിലെ അടുത്ത വാക്ക് എന്താ നോക്കാം. 28ാമത്തെ വാക്കാണ് ബേർലി. പ്രയാസത്തോടെ, കഷ്ടിച്ച്, കേവലം. എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് ബേർലി എക്സെപ്റ്റ് ഫ്രം ദി ഡോഗ്സ് ബൈറ്റ്. നായയുടെ കടിയിൽ നിന്ന് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 29ാമത്തെ വാക്ക് നോക്കാം. ബ്ലണ്ടർ. കേട്ടിട്ടുള്ള വാക്കാണ്. ബുദ്ധിമോശം, അബദ്ധം, മണ്ടത്തരം. ഉദാഹരണം നോക്കാം. റിയലൈസിങ് ദി മിസ്റ്റേക്ക്, ഷീ സ്റ്റോപ്പ് ടോക്കിംഗ്. തെറ്റ് മനസ്സിലാക്കി അവൾ സംസാരിക്കുന്നത് നിർത്തി. ഇൻഫ്ലിക്റ്റ് ആണ് 30ാമത്തെ വാക്ക്. വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക, അടിച്ചേൽപ്പിക്കുക. ഇതിന് ഉദാഹരണം നോക്കാം. ദ സഫറിങ് ഇൻഫ്ലിക്റ്റഡ് ഓൺ ദ ചിൽഡ്രൻ വാസ് അൺഇമേജിനബിൾ. ഈ കുട്ടികൾക്ക് അവർ അനുഭവിച്ച കഷ്ടത സങ്കല്പിക്കാനാവാത്തതാണ്. അടുത്ത വാക്കിലേക്ക് പോവാം. ഹോൾ. ഓരിയിടുക, നിലവിളിക്കുക, അലമുറയിടുക. മൃഗങ്ങളൊക്കെ അലമുറയിടാറില്ലേ, ഓരിയിടാറ്, അതിനെ പറയുന്ന വാക്കാണ് ഹോൾ. എക്സാമ്പിൾ നോക്കാം. ഇൻ ദി സൈലൻസ് ഓഫ് ദി നൈറ്റ് എ വോഫ് ഹോൾഡ്. രാത്രിയിൽ നിശബ്ദയിൽ ഒരു ചെന്നായ അലറി. ലിസ്റ്റിലെ അടുത്ത വാക്ക് എന്താ നോക്കാം. 32ാമത്തെ വാക്കാണ് കൺസീൽ. കേട്ടിട്ടുള്ള വാക്കാണ്. ഒളിച്ചു വെക്കുക, മറച്ചു വെക്കുക. ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇസ് ദർ സംതിങ് യു ആർ കൺസീലിംഗ് ഫ്രം മീ. ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അടുത്ത വാക്കിലേക്ക് പോവാം. ഫ്ലോലെസ്, കുറ്റമറ്റ. FLAW, ഫ്ലോ, കുറ്റം, തകരാറ് എന്നൊക്കെ അർത്ഥം വരുന്നു. ഫ്ലോലെസ്, കുറ്റമറ്റ എന്നാണ് അർത്ഥം. എക്സാമ്പിൾ നോക്കാം. ഹിസ് പെർഫോമൻസ് വാസ് ഫ്ലോലെസ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം കുറ്റമറ്റതായിരുന്നു. 34ാമത്തെ വാക്കിലേക്ക് പോവാം. അർക്കൈക്ക്,
നല്ലൊരു വാക്കാണ്, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാക്കാണ്. അർക്കൈക്, പുരാതനമായ, പഴയ. അതായത് ഇതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെയാണ്: മൈ ഗ്രാൻഡ് ഫാദർ ഈസ് അർക്കൈക് മൈൻഡ് സെറ്റ്. എൻ്റെ മുത്തച്ഛൻ ഒരു പ്രാചീന ചിന്താഗതിക്കാരാണ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, നമ്മളെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിച്ചൊരു വാക്കായിരിക്കാം. യൂസ്ഫുൾ വേർഡ്. അടുത്ത വാക്കിലേക്ക് പോവാം. 35ാമത്തെ വാക്കാണ് റിൻസ്. ദിവസവും കേൾക്കുന്ന വാക്കാണ്. ഒലുമ്പുക, അലക്കുക, മുക്കിപ്പിഴിയുക. ഉദാഹരണം നോക്കാം. വെൻ ഐ വെൻ ടു സി ഹർ ഷി വാസ് റിൻസ് ക്ലോത്ത്. ഞാൻ അവളെ കാണാൻ ചെന്നപ്പോൾ അവൾ തുണി കഴുകുകയായിരുന്നു. അപ്പോൾ നോക്കാം നമുക്ക് 36ാമത്തെ വാക്ക് എന്താണെന്ന്. ഫ്ലോക്കാണ്. കൂട്ടം, ജട, മൃഗക്കൂട്ടം, സംഘം, പക്ഷിക്കൂട്ടം. മൃഗങ്ങളുടെ കൂട്ടത്തെയാണ് മാക്സിമം ഇത് ഉപയോഗിക്കാറ് ഈ വാക്ക്. മാനുകളുടെ കൂട്ടം, ആടുകളുടെ കൂട്ടം, ഇതിനൊക്കെയാണ് ഈ ഫ്ലോക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ മുടി, ജട പിടിച്ചിരിക്കുന്ന മുടിയും ഇത് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ നോക്കാം. ബിക്കെയിം റോഡ് ബ്ലോക്ക് ബിക്കോസ് ഓഫ് ദി ഫ്ലോക്ക്. ആട്ടിൻകൂട്ടം കാരണം റോഡ് ബ്ലോക്കായി. 37ാമത്തെ വാക്ക് നോക്കാം. ലെയിമാണ്. മുടന്തുള്ള, വിശ്വാസയോഗ്യമല്ലാത്ത, ദുർബലമായ. എക്സാമ്പിൾ നോക്കാം. ഷീ ട്രൈഡ് ടു എസ്കേപ്പ് ബൈ ടെല്ലിംഗ് ദ ലെയിം സ്റ്റോറി ദാറ്റ് ഹോംവർക്ക് ഹാഡ് ബീൻ ഫോർഗോട്ടൺ. ഗൃഹപാഠം മറന്നുവെച്ച വന്ന മുടന്തൻ കഥ പറഞ്ഞ് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ 38ാമത്തെ വാക്കിലേക്ക് പോവാം. എക്സൈലാണ്. നാട് കടത്തുക. ഉദാഹരണം നോക്കാം. വെൻ ദ പീപ്പിൾ സോ ദാറ്റ് ഹി വാസ് എ തീഫ് ദേ വർ എക്സൈൽഡ് ഹിം. അവൻ കള്ളനാണെന്ന് ആളുകൾക്ക് മനസ്സിലായപ്പോൾ അവനെ നാടുകടത്തി. അടുത്ത വാക്കിലേക്ക് പോവാം. 39ാമത്തെ വാക്കാണ് ടിപ്പിക്കൽ. സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. ലക്ഷണമായ, മാതൃകയായ, വർഗലക്ഷണമുള്ള. നമ്മൾ പറയാറില്ല അവൻ്റെ അച്ഛൻ്റെ ടിപ്പിക്കലാണ്, അല്ലെങ്കിൽ അമ്മയുടെ ടിപ്പിക്കലാണെന്നൊക്കെ. അപ്പോൾ എന്താണ് ടിപ്പിക്കൽ? രമേഷ് ഇസ് ഓൾസോ ദ ടിപ്പിക്കൽ ഓഫ് ഹിസ് ഫാദർ. രമേഷും പിതാവിൻ്റെ മാതൃകയാണ്, പിതാവിനെ പോലെ തന്നെയാണ്, പിതാവിൻ്റെ സെയിം സ്വഭാവമാണ് എന്നൊക്കെ പറയുമ്പോൾ ടിപ്പിക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. നോക്കാം നമുക്ക് 40ാമത്തെ വാക്ക് എന്താണെന്ന്. ക്രോണിസമാണ്. സ്വജനപക്ഷപാതം. ഇന്ന് സ്വജനപക്ഷപാതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു സിറ്റുവേഷൻ in which someone important gives a job to fund rather than to independent people who have the necessary skill and experience. അതായത് ആവശ്യമായ കഴിവുകളും പരിചയമുള്ള സ്വതന്ത്രമായ ആളുകൾക്ക് പകരം പ്രധാനപ്പെട്ട ഒരാൾ സുഹൃത്തുക്കൾ ജോലി നൽകുന്ന ആ ഒരു സാഹചര്യത്തെ, ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് ക്രോണിസം. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നിട്ടും അവന് ആ ജോലി അല്ലെങ്കിൽ അവസരം കൊടുക്കാതെ നമ്മൾക്ക് താല്പര്യപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ് ക്രോണിസം. 41ാമത്തെ വാക്കിലേക്ക് പോവാം. എക്സ്പ്ലോയിറ്റ് ആണ്. ചൂഷണം ചെയ്യുക, പരമാവധി ഉപയോഗിക്കുക എന്നൊക്കെ അർത്ഥം വയ്ക്കാം. ഇതിൻ്റെ എക്സാമ്പിളാണ് അണ്ടർ ദി കവർ ഓഫ് ദി ലോക്ക്ഡൗൺ ദി ഷോപ്പ് കീപ്പർ ഹാക്സ് ദി പ്രൈസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദി പബ്ലിക്. ലോക്ക്ഡൗണിൻ്റെ മറവിൽ കടയുടമകൾ സാധനങ്ങൾക്ക് വില കൂട്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാക്കാണ്. 42ാമത്തെ വാക്ക് നോക്കാം. എക്സ്റ്റിങ്ക്റ്റ്. വംശനാശം, നാമവിശേഷമായ, പൊലിഞ്ഞ എന്നൊക്കെ അർത്ഥം വരുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ദ ഫോക്സ് ഈസ് ആൻ എക്സ്റ്റിൻക്റ്റ് സ്പീസീസ്. വംശനാശം സംഭവിച്ചൊരു ഇനമാണ് കുറുക്കൻ. കുറുക്കൻ ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊന്നും ഇല്ല, ഗുജറാത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം. 43ാമത്തെ വാക്കാണ് അറോഗൻറ്റ്. അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യമുള്ള ഒക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ എക്സാമ്പിളാണ് ഹി മാനേജസ് ടു എക്സൂഡ് കോൺഫിഡൻസ് വിത്തൗട്ട് ബീങ് അറോഗൻറ്റ്. എന്നുവെച്ചാൽ അവൻ അഹങ്കാരിയാകാതെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഹി ഡസൻ ഹാവ് എൻ അറോഗൻറ്റ്. അവന് തീരെ അഹങ്കാരമില്ല എന്നൊക്കെയാണ് ഈ വാക്ക് ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ 44ാമത്തെ വാക്കിലേക്ക് പോവാം. അബ്സോർഡാണ്. അസംബന്ധമായ, പരിഹാസ്യമായ. സോ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഡു യു ലുക്ക് അബ്സോർഡ് എനിത്തിങ് ഫ്രം ഹിം. അതായത് നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും അസംബന്ധമായി കാണുന്നുണ്ടോ? നോക്കാം നമുക്ക് 45ാമത്തെ വാക്ക് എന്താണെന്ന്. മോറോസ് ആണ്. അടിപൊളി വാക്കാണ്. കോപമുള്ള, നീരസമുള്ള എന്ന അർത്ഥം വരുന്നു. എക്സാമ്പിൾ നോക്കാം. വൈ ആർ യു മോറസ് ടുഡേ. എന്തിനാണ് നീ ഇന്ന് കോപത്തിലിരിക്കുന്നത്?
46ാമത്തെ വാക്ക് റിഹാബിലിറ്റേഷൻ. കേട്ടുള്ള വാക്കാണ്. പുനരധിവാസം, പുനഃസ്ഥാപനം എന്നൊക്കെ. ഇതിൻ്റെ ഉദാഹരണമാണ് ദി റിഹാബിലിറ്റേഷൻ ഓഫ് ദ വയലന്റ് ഓഫൻഡേഴ്സ്, അക്രമാസക്തരായ കുറ്റവാളികളുടെ പുനരധിവാസം. അപ്പോൾ നോക്കാം 47ാമത്തെ വാക്ക് എന്താണെന്ന്. കണ്ടംൻ ആണ്, ഉപേക്ഷിക്കുക, കുറ്റപ്പെടുത്തുക, ശിക്ഷിക്കുക. എക്സാമ്പിൾ നോക്കാം. ഷി വാസ് ദ ഓൺലി പൊളിറ്റീഷ്യൻ ടു കണ്ടം ദ പ്രപ്പോസ്ഡ് ലോ ഓൺ മോറൽ ഗ്രൗണ്ട്സ്. ധാർമ്മിക കാരണങ്ങളാൽ നിർദ്ദിഷ്ട നിയമത്തെ അപലപിച്ച ഒരേ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അയാൾ അല്ലെങ്കിൽ അവർ. 48ാമത്തെ വാക്കാണ് പ്രെജുഡിസ്. ധാരാളം കേൾക്കുന്ന വാക്കാണ്. അസൂയ, വിമുഖത, ദുരാഗ്രഹം, മുൻവിധി. എക്സാമ്പിളാണ് ഹി ഹാഡ് ടു ബാറ്റിൽ അഗൈൻസ്റ്റ് പ്രെജുഡിസ് ടു ഗെറ്റ് എ ജോബ്. ജോലി ലഭിക്കാൻ മുൻവിധിക്കെതിരെ അയാൾ പോരാടേണ്ടി വന്നു. അയാൾക്ക് പോരാടേണ്ടി വന്നു. നോക്കാം നമുക്ക് 49ാമത്തെ വാക്ക് എന്താണെന്ന്. ഐസൊലേറ്റ് ആണ്, ദിവസം കേൾക്കുന്ന വാക്കാണ്. ഒറ്റപ്പെടുത്തുക, അകറ്റുക, വേർപെടുത്തുക എന്നാണ് ഇത് അർത്ഥം വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് എ ഹൈ വാൾ ഐസൊലേറ്റഡ് ദ ഹൗസ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദ വില്ലേജ്. ഉയർന്നൊരു മതിൽ വീടിനെ ഗ്രാമത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി. ഈ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 50ാമത്തെ വാക്ക് എന്താണെന്ന്. സ്റ്റബൺ ആണ്, ഷാഢ്യമുള്ള, ദുർവാശിയുള്ള, വഴങ്ങാത്ത, കടുപ്പമുള്ള. സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാക്കാണ്. ഹി വാസ് എ സ്റ്റബൺ ബോയ്. അവൻ ഭയങ്കര ഭാഷയുള്ള കുട്ടിയാണ്, അവന് ഭയങ്കര ഭാഷക്കാരനാണ്, ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്, സ്റ്റബോൺ. അപ്പോൾ നോക്കാം നമുക്ക് 59ാമത്തെ വാക്ക് എന്താണെന്ന്. ഹ്യൂമിലിറ്റേഷൻ ആണ്, അതായത് അപമാനം, നാണക്കേട്, മാനഭംഗി, മഹാഹാനിയാണ്. എക്സാമ്പിൾ നോക്കാം. ഇറ്റ് വാസ് ഹ്യൂമിലിറ്റേറ്റിംഗ് ടു സീ ഓൾ മൈ പൊസിഷൻസ് സ്പിൽ ഓൺ ദി സ്ട്രീറ്റ്. എൻ്റെ വസ്തുക്കളെല്ലാം തെരുവിൽ കുന്നുകൂടിയത് കാണുന്നത് എനിക്ക് അപമാനമായി തോന്നി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഓഫ് നസീർ.